ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ശ്രീമദ് നാരായണീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 39-ാം ദശകത്തിലെ 7-ാം ശ്ലോകത്തെ കാണാം. പ്രഗേ പുനരഗാത്മജ വചനമീരിതാ ഭൂഭുജ പ്രലംബബകപൂതന പ്രമുഖദാനവാമാനിന ഭവന്നിധന കാമ്യയാ ജഗതി ബഭ്രുമുർനിർഭയ കുമാരകാ വിമാരകാ കിമിവ ദുഷ്കരം നിഷ്കൃപൈ. ഓരോ വാക്കുകളിലേക്കും അർത്ഥതലങ്ങളിലേക്കും ആദ്യം ശ്രദ്ധ ചെയ്യാം. പുനഃ പ്രഗേ, രാത്രി പോയി പ്രഭാതം വന്നെത്തിയപ്പോൾ ഭൂഭുജ, ഭോജരാജാവായ കംസനാൽ അഗാത്മജാവചനം ഈരിത, പർവ്വതത്തിൻ്റെ മകളുടെ വാക്കുകൾ, അതായത് ദേവിയുടെ വാക്കുകൾ അറിയിക്കപ്പെട്ടവരും മാനിന അഹങ്കാരികളുമായിട്ടുള്ള പ്രലംബ ബക പൂതന പ്രമുഖദാനവാഹ, പ്രലംബൻ, ഭഗൻ, പൂതന തുടങ്ങിയ അസുരന്മാർ ഭവൻ നിധനകാമ്യയ, അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയെ കൊല്ലുവാനുള്ള ആഗ്രഹത്തോടുകൂടി നിർഭയാഹ, നിർഭയന്മാരായി തീർന്നിട്ട് കുമാരക വിമാരകാഹ, കുമാരന്മാരെ കൊന്നൊടുക്കുന്നവരായി ജഗതി ബഭ്രുമു, ലോകത്തിൽ ചുറ്റിത്തിരിഞ്ഞു. നിഷ്കൃപൈ കിമിവ ദുഷ്കരം, ദയയില്ലാത്തവരാൽ എന്താണ് ചെയ്യാൻ കഴിയാത്തത്? സർവേശ്വരിയുടെ ക്ഷണമാത്ര ദർശനം കൊണ്ട് തന്നെ ദുഷ്ടനായ കംസന്റെ ചിത്തം അല്പനേരത്തേക്ക് പരിശുദ്ധമായി. വേഗം ദേവകി വസുദേവന്മാരെ ബന്ധനത്തിൽ നിന്ന് മോചിപ്പിച്ച് വിനയപൂർവം നിഷ്കപടമായി താൻ ചെയ്ത തെറ്റിൽ പശ്ചാത്തപിച്ചുകൊണ്ട് ക്ഷമ ചോദിച്ചു. അവരുടെ പാദങ്ങളിൽ വീണ് നമസ്കരിച്ചു. മഹാമനസ്കരായ ആ ദമ്പതിമാർ എല്ലാം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തു. അസത്തുക്കളും അജിതേന്ദ്രിയന്മാരുമായ മൂർഖന്മാർക്ക് ഏതെങ്കിലും കാരണവശാൽ വിവേകം ഉദിച്ചാലും അത് അധികം നീണ്ടു നിൽക്കുകയില്ലല്ലോ. കംസൻ ഒരുവിധം രാത്രി കഴിച്ചുകൂട്ടി. പിറ്റേ ദിവസം പ്രഭാതത്തിൽ തന്നെ മന്ത്രിസഭ വിളിച്ചുകൂട്ടി. പ്രലംബൻ, ഭഗൻ, പൂതന, ധേനുകൻ, കേശി മുതലായ അസുരന്മാരെയെല്ലാം കംസൻ പ്രത്യേകം വിളിച്ചു വരുത്തി. അവരോട് ദേവി പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ അറിയിച്ചു. സ്വതേ അഹങ്കാരികളായ അവർ കംസന്റെ വാക്കുകൾ കേട്ട മാത്രയിൽ തന്നെ സ്വാമിഹിതത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനായി ആവേശത്തോടുകൂടി ഇപ്രകാരം അറിയിച്ചു. അല്ലയോ ഭോജേന്ദ്ര, അവിടുന്ന് ഒട്ടും പരിഭ്രമിക്കരുത്. അവിടുത്തെ അന്തകനായി വിഷ്ണു ജനിച്ചിട്ടുണ്ട് എങ്കിൽ അതിന് പ്രതിവിധിയും ഞങ്ങൾക്കറിയാം. ദേവന്മാരുടെ മൂലം വിഷ്ണുവാണ് എന്നതിന് യാതൊരു സംശയവുമില്ല. ആ വിഷ്ണുവിനെ കണ്ടുപിടിക്കുവാനും വിഷമമില്ല. സനാതന ധർമാചരണം എവിടെയുണ്ടോ അവിടെയെല്ലാം വിഷ്ണുവുണ്ട്. ധർമ്മത്തിൻ്റെ മൂലം വേദശാസ്ത്രങ്ങളാണ്. നെയ്യ്, പാല് മുതലായ ആചാദികളെ നൽകുന്ന ഗോക്കൾ ധർമ്മത്തിന് ഹേതുഭൂതമാകുന്നു. ധർമ്മങ്ങളെ ശരിയായി നടത്തുന്നവരാണ് ബ്രാഹ്മണർ. സ്വധർമാചരണമായ തപസ്, യജ്ഞം മുതലായവയെല്ലാം ധർമ്മസ്വരൂപങ്ങളാകുന്നു. ബ്രഹ്മജ്ഞന്മാർ, ഗോക്കൾ, വേദങ്ങൾ, ധർമാചരണം, തപസ്, സത്യം, ദമം, ശമം, ശ്രദ്ധ, ദയ, തിതിക്ഷ, യാഗങ്ങൾ ഇവയെല്ലാമാണ് വിഷ്ണു ശരീരത്തിലെ അംഗങ്ങൾ. അതിനാൽ ഗോവിപ്രയജ്ഞ ധർമാദികളെ നശിപ്പിച്ചാൽ വിഷ്ണു തന്നെ ഇല്ലാതാകും. അതോടെ ദേവന്മാർ നശിച്ചത് തന്നെ. ഞങ്ങൾക്ക് അങ്ങ് കൽപ്പന തരും. ദുഷ്ടമന്ത്രിമാർ ഇപ്രകാരം പല ദുർബോധനങ്ങളും നടത്തി. കംസന് അതെല്ലാം തന്നെ ഹിതമായി തോന്നി. അല്ലയോ ഗുരുവായൂരപ്പ, അങ്ങയെ കൊല്ലുവാനുള്ള ആഗ്രഹത്താൽ ജനിച്ച് 10 നാൾ കഴിഞ്ഞതും കഴിയാത്തതുമായ ശിശുക്കളെയെല്ലാം തന്നെ രാജ്യത്ത് ഉടനീളം നടന്നു തേടി പിടിച്ച് കൊല്ലണമെന്നുള്ള ഉദ്ദേശത്തോടെ ബലവും അഹങ്കാരവും ക്രൂരതയും സാഹസികതയും എല്ലാമുള്ള ആ ദുഷ്ടന്മാർ കണ്ണിൽ കാണുന്ന ശിശുക്കളെയെല്ലാം തന്നെ
പതിച്ചു തുടങ്ങി. ലേശമെങ്കിലും പേടികൂടാതെ ഭൂലോകം മുഴുവനും ചുറ്റി സഞ്ചരിച്ചു. അങ്ങ് എവിടെയാണെന്നോ ആരുടെ പുത്രനായി ജനിച്ചിരിക്കുന്നു എന്നോ ഒന്നും അറിയുകയില്ലല്ലോ. അതിനാൽ ലോകത്തിലുള്ള സകല ബാലന്മാരെയും കൊന്നുകളഞ്ഞു. ആ കൂട്ടത്തിൽ അങ്ങും ഉൾപ്പെട്ട് മരണം പ്രാപിക്കുമെന്നും മറ്റുമായിരുന്നു ആ ഖലന്മാരുടെ വിചാരം. ഒരൊറ്റ ബാലൻ നിമിത്തം ഭൂമിയിലുള്ള സകല ശിശുക്കളെയും വധിക്കുവാൻ ഉദ്യമിച്ചത് കഷ്ടം തന്നെ. ദുഷ്ടന്മാർക്ക്, കരുണയില്ലാത്തവർക്ക് ചെയ്യുവാൻ വയ്യാത്തതായി എന്തെങ്കിലും ഉണ്ടോ? അവർ ഏതു പാപവും ക്രൂരകർമ്മവും ചെയ്യും, ആരെയും കൊന്നൊടുക്കും. കുട്ടിയെന്നോ സ്ത്രീയെന്നോ വൃദ്ധനെന്നോ യുവാവെന്നോ അവർക്ക് ഒരു പരിഗണനയുമില്ല. സകല ബാലന്മാരെയും കൊന്നൊടുക്കുകയും യാഗാദി യജ്ഞാദി കർമ്മങ്ങൾ, ബ്രാഹ്മണർ, പശുക്കൾ, അങ്ങനെ എല്ലാവരെയും കൊന്നൊടുക്കിക്കൊണ്ട് സ്വൈരവിഹാരം തുടങ്ങി. ജീവിതത്തെ രക്ഷിക്കുവാനുള്ള മാർഗം നോക്കാതെ ജീവിതത്തെ നശിപ്പിക്കുവാനുള്ള മാർഗമാണ് കംസൻ തേടിയത്. ദുഷ്ടന്മാരായ രാക്ഷസന്മാർക്ക് കേൾക്കേണ്ട താമസമേ ഉണ്ടായിരുന്നുള്ളൂ. നാടുനീളെ എല്ലാ കുട്ടികളെയും നിഗ്രഹിച്ചു തുടങ്ങി. കുമാരക, വിമാരക. ഇവിടെ കുമാരക എന്ന വാക്കുകൊണ്ട് കുത്സിതമായതിനെ നശിപ്പിക്കുന്നവൻ എന്നർത്ഥം. ദുഷ്ടന്മാരെ നശിപ്പിക്കുന്നവൻ. കുമാരനും കുത്സിതന്മാരുമായ ദുഷ്ടന്മാരെ നിഗ്രഹിക്കുന്നവനായ അല്ലയോ ഭഗവാനെ, അങ്ങയെ നിഗ്രഹിക്കുവാൻ ഇച്ഛിക്കുന്ന പ്രബലാദികളുടെ ശ്രമം നിഷ്ഫലമാണ് എന്ന് മാത്രമല്ല, അങ്ങയിൽ നിന്ന് തന്നെ ആത്മനാശം സംഭവിക്കുന്നതുമാണ് എന്നത്രേ താല്പര്യം. ഒരിക്കൽ കൂടി ഈ ശ്ലോകത്തെ ജപം ചെയ്യാം. പ്രകേ പുനരാകാത്മജ വചനമീരിത ഭൂഭുജ പ്രലംബ ഭഗപൂതന പ്രമുഖ ദാനവാമാനിന ഭവൻ നിധന കാമ്യയാം ജഗതി ബഭ്രുമുർ നിർഭയാ കുമാരകാ വിമാരകാ കിമിവ ദുഷ്കരം നിഷ്കൃപൈ. ഓം തത്സത്. ഹരി ഓം.